പേജ് 47 ആറാമത്തെ ചോദ്യം. ഈ ചോദ്യം ഒരു സമഭുജ സാമാന്തരികവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ചോദ്യം നോക്കിയാലോ. ഇതാണ് ചോദ്യം. ഒരു സമഭുജ സാമാന്തരികത്തിന്റെ 4 വശങ്ങളും വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങൾ എല്ലാം പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകും എന്ന് തെളിയിക്കുക. ഈ ചിത്രത്തിൽ ഒരു സമഭുജ സാമാന്തരികം തന്നിട്ടുണ്ട്. എല്ലാ വശങ്ങളും തുല്യമായ ഒരു സാമാന്തരികമാണ് തന്നിരിക്കുന്നത്. ഇനി ഓരോ വശവും വ്യാസമായി വൃത്തം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 4 വൃത്തങ്ങൾ ഉണ്ട്. ഈ 4 വൃത്തങ്ങളും പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകും എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ. ഇത് തെളിയിക്കാൻ വേണ്ടി നമ്മൾ 2 കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, അർദ്ധവൃത്തത്തിലെ എല്ലാ കോണുകളും മട്ടകോണാണ്. പിന്നെ രണ്ടാമതായിട്ട് ഇവിടെ നമുക്ക് ഒരു സമഭുജ സാമാന്തരികമാണല്ലോ തന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ സവിശേഷത ഉപയോഗിക്കും. അതിൻ്റെ ഒരു സവിശേഷതയായ സമഭുജ സാമാന്തരികത്തിൻ്റെ വികർണങ്ങൾ പരസ്പരം മട്ടത്തിൽ സമഭാഗം ചെയ്യും. അതായത് ഇതിലെ 2 വികർണങ്ങളും വരച്ചാൽ നമുക്ക് കൂട്ടിമുട്ടുന്ന ബിന്ദു, അവിടെ നമുക്ക് 4 90 ഡിഗ്രി കോണുകൾ കിട്ടും. അത് സമഭുജ സാമാന്തരികത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ 2 കാര്യങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ സമഭുജ സാമാന്തരികത്തിൻ്റെ 4 വശങ്ങളും വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങളെല്ലാം പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുമെന്ന് തെളിയിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് തെളിയിക്കാൻ വേണ്ടി നമ്മൾ സാമാന്തരികവും ഒരു വൃത്തവും ചേർന്ന ചിത്രം പരിശോധിക്കാം. അപ്പോൾ ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ AB, BC, CD, DA വശങ്ങൾ വരുന്ന ABCD എന്ന ഒരു സാമാന്തരികമാണ് ഉള്ളത്. ഓക്കെ. ഇനി ഇവിടെ AB എന്ന വശം വ്യാസമായി വരുന്ന ഒരു വൃത്തമാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ AC-യും BD-യുമാണ് വികർണങ്ങൾ. വികർണങ്ങൾ O എന്ന ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ AC-യും BD-യും വികർണങ്ങളാണ്. അത് കൂട്ടിമുട്ടുന്നത് ഓയിലാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ. സമഭുജ സാമാന്തരികത്തിന് ABCD എന്ന് പേര് നൽകുന്നു. ഇതിൻ്റെ വികർണങ്ങൾ AC-യും BD-യുമാണ്. ഈ വികർണങ്ങൾ മുറിച്ചു കടക്കുന്ന ബിന്ദുവിനെ O എന്ന് അടയാളപ്പെടുത്താം. ഓക്കെ. ഇനി നമുക്ക് സമഭുജ സാമാന്തരികത്തിൻ്റെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച സവിശേഷത നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോൾ ഇതാണ് സമഭുജ സാമാന്തരികത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. എന്താണ്?
ഒരു സമഭുജ സാമാന്തരികത്തിന്റെ വികർണങ്ങൾ പരസ്പരം മട്ടത്തിൽ സമഭാഗം ചെയ്യുന്നു. അതായത് ചിത്രത്തിൽ കോൺ AOB, കോൺ BOC, കോൺ COD, കോൺ DOA ഇതെല്ലാം തന്നെ 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്നും കോൺ AOB, കോൺ BOC, കോൺ COD, കോൺ DOA 90 ഡിഗ്രി ആണ് എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അർദ്ധവൃത്തത്തിലുള്ള എല്ലാ കോണുകളും 90 ഡിഗ്രി ആണ് എന്ന ആശയത്തെ തല തിരിച്ച് ചിന്തിക്കുക. മനസ്സിലായില്ല അല്ലേ? അതായത് അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആയിരിക്കുമെന്ന് നമുക്കറിയാം. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് O എന്ന ബിന്ദു അർദ്ധവൃത്തത്തിലുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓയിൽ ഉണ്ടാകുന്ന കോണ് മട്ടകോണായിരിക്കും. അതാണ് നമ്മുടെ അർദ്ധവൃത്തത്തിലെ കോണുകൾ എല്ലാം മട്ടകോണുകളാണ് എന്ന തത്വം പറയുന്നത്. അതിനെ തിരിച്ച് ചിന്തിക്കുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോണ് എന്താണ്? 90 ഡിഗ്രിയാണ്. അർദ്ധവൃത്തത്തിൽ ഒരു ബിന്ദുവിലെ കോണ് 90 ഡിഗ്രി ആയാൽ, അല്ല, നമുക്ക് ഒരു വൃത്തം, ആ വൃത്തത്തിലെ കോണ് 90 ഡിഗ്രി ആയാൽ അത് അർദ്ധവൃത്തത്തിലുള്ള ഒരു ബിന്ദു ആയിരിക്കും. അതാണ് അതിനെ തല തിരിച്ച് ചിന്തിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ ചിത്രത്തില് കോൺ AOB 90 ഡിഗ്രി ആണ് എന്ന് നമുക്ക് അറിയാം. ഓക്കെ, അതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? AB വ്യാസമായ വൃത്തത്തിലെ ഒരു ബിന്ദു ആയിരിക്കും O എന്ന് മനസ്സിലാക്കാം. അതാണ് നമ്മൾ അർദ്ധവൃത്തത്തിലെ എല്ലാ കോണുകളും തുല്യമായിരിക്കും എന്നതിൻ്റെ തല തിരിച്ച് ചിന്തിക്കാൻ പറഞ്ഞത്. ഓക്കെ, അതായത് അർദ്ധവൃത്തത്തിലെ കോൺ എപ്പോഴും മട്ടകോൺ ആയിരിക്കും. ഇതിനെ തല തിരിച്ച് ചിന്തിച്ചാൽ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് കിട്ടും. അതായത് നോക്കൂ, കോൺ AOB 90 ഡിഗ്രി ആയതുകൊണ്ട് AB വ്യാസമായി വരയ്ക്കുന്ന വൃത്തം കൃത്യമായും O എന്ന ബിന്ദുവിലൂടെ കടന്നു പോകണം. ഇതാണ് നമ്മൾ അർദ്ധവൃത്തത്തിലെ കോണുകളെല്ലാം മട്ടകോണുകളാണ് എന്നതിനെ വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? കോൺ AOB 90 ഡിഗ്രി ആയതുകൊണ്ട് AB വ്യാസമായി വരയ്ക്കുന്ന വൃത്തം O എന്ന ബിന്ദുവിലൂടെ കടന്നു പോകും. ഓക്കെ, അതായത് ഈ O എന്ന് പറയുന്നത് നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നത്? നമ്മുടെ വികർണങ്ങൾ കൂട്ടി യോജിക്കുന്ന ബിന്ദുവാണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മറ്റ് 3 വൃത്തങ്ങളും ഈ O എന്ന ബിന്ദുവിലൂടെ കടന്നു പോകും എന്ന് തെളിയിക്കാം.
ഓക്കെ, അതായത് നമ്മൾ മറ്റേ വശം എടുക്കുക, ബി സി എന്ന വശം എടുക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി അവിടെ ഒരു കോൺ ഉണ്ടല്ലോ, ബി ഒ സി. അപ്പോൾ കോൺ ബി ഒ സി 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഒ എന്ന ബിന്ദു ബി സി വ്യാസമായി വരയ്ക്കുന്ന വൃത്തത്തിൽ വരുന്നു എന്ന് പറയാം. കോൺ ബി ഒ സി 90 ഡിഗ്രി ആയതുകൊണ്ട് ബി സി വ്യാസമായ വൃത്തവും ഒയിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, ഇതേപോലെ നമുക്ക് കോൺ സി ഒ ഡി 90 ഡിഗ്രി ആയതുകൊണ്ട് എന്ത് പറയാം? സി ഡി വ്യാസമായ വൃത്തം ഒയിലൂടെ കടന്നു പോകുന്നു. ഇനി നമുക്ക് നാലാമത്തെ കോൺ നോക്കൂ, കോൺ ഡി ഒ എ. കോൺ ഡി ഒ എ 90 ഡിഗ്രി ആയതുകൊണ്ട് എ ഡി വ്യാസമായ വൃത്തം ഒയിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഇവിടെ 4 കോണുകൾ വെച്ച് നമ്മൾ എന്താണ് 4 വൃത്തങ്ങളും ഒ എന്ന ബിന്ദുവിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കി. അതായത് ഈ 4 വൃത്തങ്ങളുടെയും പൊതുവായ ബിന്ദുവാണ് ഒ. ഇതിൽ നിന്നും 4 വൃത്തങ്ങളും ഒയിലൂടെ കടന്നു പോകുന്നു എന്ന് കിട്ടി. അതായത് 4 വശങ്ങളും വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങളെല്ലാം വികർണങ്ങൾ പരസ്പരം മുറിച്ചു കടക്കുന്ന ബിന്ദുവായ ഒ ആ പൊതുബിന്ദുവിലൂടെ കടന്നു പോകും എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി? നമ്മുടെ തെളിവായി. അപ്പോൾ നമ്മളിവിടെ എന്തു ചെയ്തു? സമഭുജ സാമാന്തരികത്തിന്റെ വികർണങ്ങൾ പരസ്പരം എന്താണ്? മട്ടത്തിൽ സമഭാഗം ചെയ്യും. ആ ഒരു സവിശേഷത ഉപയോഗിച്ച് 4 കോണുകൾ എ ഒ ബി, ബി ഒ സി, സി ഒ ഡി, ഡി ഒ എ ഇവ മട്ടകോണുകളായിരിക്കുമെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്തു? എ ബി വ്യാസമായ വൃത്തം എടുക്കാം. ആ വൃത്തം നമ്മൾ എടുക്കുന്ന സമയത്ത് കോൺ എ ഒ ബി ആ വൃത്തത്തിലുണ്ട്. കോൺ എ ഒ ബി എ ബി വ്യാസമായ വൃത്തത്തിൽ ഉണ്ട്. കൂടാതെ അത് 90 ഡിഗ്രിയാണ്. അർദ്ധവൃത്തത്തിലെ എല്ലാ കോണുകളും 90 ഡിഗ്രി ആയിരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെ വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ കോൺ എ ഒ ബി 90 ഡിഗ്രി ആയതുകൊണ്ട് ഒ എന്ന ബിന്ദു ഈ വൃത്തത്തിന്റെ ഭാഗമായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇതേ ആശയം ബാക്കി വൃത്തങ്ങളിലും ഉപയോഗിക്കുക. കോൺ ബി ഒ സി 90 ഡിഗ്രി ആയതുകൊണ്ട് ബി സി വ്യാസമായ വൃത്തത്തിൽ ഒ എന്ന ബിന്ദു ഉണ്ടായിരിക്കും. കോൺ സി ഒ ഡി 90 ഡിഗ്രി ആയതിനാൽ സി ഡി വ്യാസമായ വൃത്തവും ഒയിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കാം. പിന്നെ കോൺ ഡി ഒ എ 90 ഡിഗ്രി ആയതുകൊണ്ട് ഡി എ വ്യാസമായ വൃത്തത്തിൽ ഒ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് 4 വൃത്തങ്ങളുടെയും ഭാഗമാണ് ഒ. അതായത് 4 വൃത്തങ്ങളും ഒ എന്ന ബിന്ദുവിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ എന്തായി, പ്രൂഫായി. ഓക്കെ, ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പോഴാണ് ഇത് കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഈ തെളിയിക്കാനുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അത് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം, എന്നാലെയാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ എഴുതി എന്നിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.